എൻ്റെ പേര് തിഷ. ഞാൻ തൃശ്ശൂർ കൊട്ടേക്കാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2021 ഡയഗ്നോസ് ചെയ്തത്. എൻ്റെ ബ്ലഡിൽ അണുബാധയായിട്ട് ലൂപ്പസ് എന്ന അസുഖം ഉണ്ടായത്. ഈ ലൂപ്പസിൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് വളരെ കുറയും. ഞാനൊരു 65 കിലോ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഞാൻ പെട്ടെന്നൊരു 40 കിലോനായി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് തൊട്ടാലും ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. എനിക്കൊരു കാര്യം ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു ഭാഗം തളർന്ന പോലെയായി. എനിക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ ആയി. അങ്ങനെ ഇരുന്ന സമയത്താണ് അത്ഭുത ജപമാലയെക്കുറിച്ച് അറിയാനും ജപമാല കൂടാനും ഇടയായത്. അതിനുശേഷം 2024 ക്രിസ്ത്യനിൽ നടന്ന എൽറുഹ ധ്യാനത്തിൽ പങ്കെടുത്തു. പരസഹായം കൂടിയിട്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഒരു സ്റ്റെപ്പ് കയറാനോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആരുടെയും സഹായം ആവശ്യമുണ്ടായിരുന്നു. വീട്ടിലെ ജോലി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. മക്കൾക്ക് ഫുഡ് കൊണ്ടുവെക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ താമസിച്ചുള്ള എൽറുഹ ധ്യാനം കൂടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ക്രിസ്ത്യനിൽ വന്ന് ധ്യാനം കൂടിയത്. അവിടെ വെച്ച് ബ്ലഡിൽ അണുബാധയുള്ള ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം എൻ്റെ അസുഖത്തിൻ്റെ പേരടക്കം ബ്രദർ വിളിച്ചു പറഞ്ഞു. ലൂപ്പസ് എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയെ ഈശോ സൗഖ്യമാക്കുന്നുവെന്ന്. ഞാൻ ആ ധ്യാനം കൂടിയതിന് ശേഷം വീട്ടിൽ വന്ന് ഒരു മാസത്തിന് ശേഷം എൻ്റെ ബ്ലഡിൻ്റെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് WBC RBC കൗണ്ടുകളൊക്കെ വളരെ ലോ ആയിരുന്നു. അതുപോലെ തന്നെ പ്ലാറ്റ്ലെറ്റ് 75,000 ഉണ്ടായിരുന്നത്. പലപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഇത്രയും കുറഞ്ഞിട്ട് ആളുകൾ ജീവിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതിശയമുള്ള കാര്യമാണെന്നാണ്. ആ 75 എന്നുള്ള പ്ലാറ്റ്ലെറ്റ് കൗണ്ട് പിന്നീട് അത് 3 ലക്ഷത്തിന് മുകളിലായിട്ട് ഈശോ ഉയർത്തി. അതിനുശേഷം എനിക്ക് ESRും വളരെ കൂടി പോയിട്ടുണ്ടായിരുന്നു. ESR നമുക്ക് നോർമലായിട്ട് ഏകദേശം 20 മുകളിൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് 100ന് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ESR കൂടുമ്പോൾ നമ്മുടെ എല്ലാ ജോയിൻറ്റ് ഭയങ്കര പെയിനാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക. വേദന കൊണ്ട് ചിലപ്പോൾ കരഞ്ഞ് ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പനിയും ഉണ്ടാവും. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പതുക്കെ എനിക്ക് സ്വയം എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും കിച്ചണിലായാലും പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇന്ന് പൂർണ്ണമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലൂപ്പസ് വന്നതിന് ശേഷം എനിക്ക് പല ഓർഗൻസിനും അതിന് ബുദ്ധിമുട്ടുണ്ട്. ലങ്സിൽ പ്രശ്നമുണ്ടായി, ഹാർട്ടിലേക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുപോലെ സ്കിന്നിനുണ്ടായി. അങ്ങനെ സ്കിന്നിൽ വന്ന് എക്സിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, സ്കിന്ന് ചൊറിഞ്ഞു തടിക്കുകയും അത് ഭയങ്കര ചുമപ്പാകുകയും ഒരു ഭയങ്കര പുകച്ചിലാണ്. പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ആ സമയത്ത്. എപ്പോഴൊന്നും ഉണ്ടാവില്ല, എന്നാൽ ഇടയ്ക്ക് വരുമ്പോൾ അത് നിർത്താതെ ഉള്ളൊരു ചൊറിച്ചിലും പുകച്ചിലുമാണ്. അപ്പോൾ അതും ഈശോ സൗഖ്യമാക്കി. ഇപ്പോൾ എനിക്ക് അങ്ങനെ ജോയിൻറ്റിലുള്ള വേദനയോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനിയോ ഒന്നും ഇപ്പോൾ ഇല്ല. പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഡോക്ടറെ അടുത്ത് പോയപ്പോഴും ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ മെഡിസിൻ്റെ ഡോസൊക്കെ കുറച്ചിട്ടുണ്ട്, പക്ഷേ അത് കുറച്ച് നാൾ കണ്ടിന്യൂ ആയിട്ട് കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത്ഭുത ജപമാല ഞാൻ 33 ദിവസം കണ്ടതിന് ശേഷമാണ് ഇവിടെ എൽറുഹയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയത്. അന്ന് അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒന്നും കൂടി 33 ദിവസം ജപമാല കാണുക. അപ്പോൾ റെക്കോർഡ് ജപമാലയിലെ ഈ അലർജി രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അത് എന്നെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ പാദങ്ങളിലൊക്കെ ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. അതുപോലെ തന്നെ ESRും നോർമലാക്കി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അന്തോണീസ് പുണ്യാളനും ഒപ്പം റാഫേൽ അച്ഛനും ടീമിനും നന്ദി പറയുന്നു.